കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 531. സൂറത്ത് യൂസുഫ് ആയത്തുകൾ 1 മുതൽ 15 വരെ, പേജ് നമ്പർ 817. സൂറത്ത് യൂസുഫ് 12ാമത്തെ സൂറത്ത്, മക്കയിൽ അവതരിച്ചത്, വചനങ്ങൾ 111. പ്രവാചകന്മാരുടെ കഥകൾ ഖുർആനിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. ചിലയിടത്ത് ചുരുക്കി പറഞ്ഞ് മറ്റു സ്ഥലങ്ങളിൽ വിശദീകരിക്കുക, ഒരു ഭാഗത്ത് പറയാത്ത വശം മറ്റിടങ്ങളിൽ പറയുക, ഒരേ സംഭവം തന്നെ വൈരുദ്ധ്യങ്ങൾ ഒട്ടുമില്ലാതെ വ്യത്യസ്ത രൂപങ്ങളിൽ ആവർത്തിക്കുക, ഒരു സംഭവത്തിൻ്റെ ആദ്യ മധ്യാന്ത ഭാഗങ്ങൾ വിഭിന്ന സ്ഥലങ്ങളിൽ പ്രസ്താവിക്കുക, ഇങ്ങനെയൊക്കെ ഖുർആനിൽ കാണാം. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം ആരംഭം തൊട്ട് അവസാനം വരെ ഒരു ചരിത്ര കഥയായി ഈ അധ്യായത്തിൽ സംക്ഷേപിച്ചു പറഞ്ഞിരിക്കുകയാണ്. അൻആം 84-ലും ഗാഫിർ 34-ലും യൂസുഫ് എന്ന പേര് പരാമർശിക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ ഖുർആനിൽ മറ്റൊരിടത്തും യൂസുഫ് അലൈഹി സ്വലാമയുടെ ചരിത്രം പ്രതിപാദിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത. തൗറാത്തിലും ഇഞ്ചീലിലും യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രമുണ്ട്. അക്കൂട്ടത്തിൽ ഖുർആനിൽ ഇല്ലാത്തതും വിരുദ്ധമായവയുമുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ തൗറാത്തിലും ഇഞ്ചീലിലും അല്ല, അതായത് മാറ്റിത്തിരുത്തപ്പെട്ട തൗറാത്ത്, ഇഞ്ചീൽ. അത്തരം പ്രസ്താവനകളോട് മുസ്ലിം സ്വീകരിക്കേണ്ട സമീപനം പ്രവാചകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തനിക്ക് വേദക്കാരിൽ നിന്ന് കിട്ടിയ ഒരു ഗ്രന്ഥവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് വായിച്ചു കേൾപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപിച്ചുകൊണ്ട് ചോദിച്ചു, ഖത്താബിൻ്റെ മകനെ, നിങ്ങൾ ഇതിൽ ഭ്രമം പിടിപെട്ടവരാകുകയാണോ? എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ഞാൻ നിങ്ങൾക്ക് ഇത് യാതൊരു കലർപ്പുമില്ലാതെ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ വേദക്കാരോട് ഒന്നും ചോദിച്ചറിയേണ്ടതില്ല. കാരണം അവർ വല്ല യാഥാർത്ഥ്യവും നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അതിനെ കളവാക്കുകയോ അഥവാ വല്ല അസത്യവും പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അതിനെ സത്യമാക്കുകയോ ചെയ്തേക്കും. അഹ്മദ് 15-546. ഖുർആനിലോ ഹദീസിലോ ഇല്ലാത്ത ഇത്തരം കഥകൾ സത്യമാക്കുകയോ കളവാക്കുകയോ രണ്ടും വേണ്ട എന്നർത്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ പേരിൽ. ആയത്ത് 1. അലിഫ് ലാം റോ മുതൽ 15 വരെ ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹ്. അലിഫ് ലാം റോ തിൽക ആയാതുൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഖിലൂൻ നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته عليك وعلى آل يعقوب كما أتمها على أبويك من قبل إبراهيم وإسحاق إن ربك عليم حكيم لقد كان في يوسف وإخوته آيات للسائلين إذ قالوا ليوسف وأخوه أحب إلى أبينا منا
ونحن عصبة إن أبانا لفي ضلال مبين اقتلوا يوسف أو اطرحوه أرضا يخل لكم وجه أبيكم وتكونوا من بعده قوما صالحين. قال قائل منهم لا تقتلوا يوسف وألقوه في غيابة الجب يلتقطه بعض السيارة إن كنتم فاعلين. قالوا يا أبانا ما لك لا تأمنا على يوسف وإنا له لناصحون أرسله معنا غدا يرتع ويلعب وإنا له لحافظون. قال إني ليحزنني أن تذهبوا به وأخاف أن يأكله الذئب وأنتم عنه غافلون. قالوا لئن أكله الذئب ونحن عصبة إنا إذا لخاسرون. فلما ذهبوا به وأجمعوا أن يجعلوه في غيابة الجب وأوحينا إليه لتنبئنهم بأمرهم هذا وهم لا يشعرون. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 532. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ പേരിൽ. സൂറത്ത് യൂസുഫ് ആയത്തുകൾ 1 മുതൽ ആരംഭിക്കുകയാണ്. ആദ്യത്തെ ആയത്ത് അലിഫ് ലാം റാ. ഇത്തരം കേവലാക്ഷരങ്ങളെപ്പറ്റി അൽ ബഖറയുടെ ആരംഭത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ആയത്തിൽ തന്നെ തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ എന്നുകൂടി കാണാം. വ്യക്തമാക്കുന്ന ഗ്രന്ഥത്തിലെ ആയത്തുകളാണിവ. ഈ ഗ്രന്ഥം അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണെന്നതിനും അത് മുഴുവനും സത്യം തന്നെയാണെന്നുള്ളതിനും മതിയായ തെളിവ് ഈ ഗ്രന്ഥം തന്നെയാണ്. പുറമെ നിന്നുള്ള ഒരു തെളിവിൻ്റെ ആവശ്യമില്ല. ഈ കിതാബ് തന്നെ അതിൻ്റെ ഉടയവൻ ആരാണെന്നതിന് തെളിവ് തരും. വളരെ ലളിതമായ വിഷയമാണിത്. ആയത്ത് 2. ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ. നിശ്ചയമായും അതിനെ അറബി ഭാഷയിൽ വായിക്കപ്പെടുന്നതായി നാം അവതരിപ്പിച്ചിരിക്കുന്നു. ലഅല്ലക്കും തഖിലൂൻ. നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുവാൻ വേണ്ടി. പേജ് 818. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ ജനതയും അറബികൾ തന്നെ. അപ്പോൾ അറബി ഭാഷയിലായാൽ മാത്രമേ അദ്ദേഹത്തിനും ജനങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. സാഹിത്യപരവും ഭാഷാപരവുമായ മണ്ഡലങ്ങളിൽ അറബി അത്യുന്നത സ്ഥാനത്തുമാകുന്നു. അതുകൊണ്ടാണ് ഖുർആൻ അറബിയിലാക്കിയത്. അപ്പോൾ അറബികളല്ലാത്തവർ എന്ത് ചെയ്യും? അവർ അറബി ഭാഷ പഠിക്കണം. അതുകൂടാതെ ഖുർആൻ ശരിക്കും മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ അവർക്ക് സ്വാധീനമായ അന്യരാജ്യങ്ങളിലെല്ലാം അറബി ഭാഷ ആദ്യമേ പ്രചരിപ്പിക്കാൻ ഒരുങ്ങിയത്. അങ്ങനെയാണ് സിറിയ, ഇറാഖ്, മിസ്ർ അഥവാ ഈജിപ്ത്, അൽ ജസായിർ, അൽജീരിയ, ടുണീഷ്യ മുതലായ അനേകം രാജ്യങ്ങളിൽ മാതൃഭാഷ അറബിയായി തീർന്നത്. ഇറാനും ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നീട് അവരുടെ വർഗീയ ചിന്ത മതബോധത്തെ കവച്ചുവെച്ചു. ഫിർദൗസി എന്നൊരു മഹാകവി വന്ന് ഷാഹ്നാമയുണ്ടാക്കി നാട്ടിലാകെ പ്രചരിപ്പിച്ച് അറബി ഭാഷയെ വലിച്ചെറിയുവാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. തുർക്കിയിലും അങ്ങനെ തന്നെയുണ്ടായി. മുസ്തഫ കമാൽ പാഷ അറബിയിൽ ബാങ്ക് വിളിക്കുന്നത് പോലും നിരോധിച്ചു. ആയത്ത് 3. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആന. ഈ ഖുർആൻ നാം നിനക്ക് വഹ്യ് നൽകുക മൂലം ഏറ്റവും നല്ല കഥ നിനക്ക് നാം വിവരിച്ചു തരുന്നു.
വഇൻ കുന്ത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലിൻ, ഇതിനു മുമ്പ് നീ ഇതിനെക്കുറിച്ച് അശ്രദ്ധരിൽപ്പെട്ടവനായിരുന്നു. താഴെ വിവരിക്കുന്ന ചരിത്രകഥയെ പറ്റി നിനക്ക് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വിവരം നിനക്ക് ലഭിച്ചത് വഹി മുഖേന തന്നെയാണെന്ന് ജനം കണ്ടറിഞ്ഞു കൊള്ളട്ടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നുള്ളതിന് വേറെ തെളിവ് ആവശ്യമില്ല. കഥകളിൽ ഏറ്റവും മനോഹരമായ കഥയാണിത്. സ്നേഹം, വേർപാട്, അസൂയ, ഗൂഢാലോചന, വഞ്ചന, വധശ്രമം, അടിമത്തം, അനാഥത്വം, അഭയം, പ്രേമം, കാമം, തന്ത്രപ്രയോഗങ്ങൾ, പ്രലോഭനം, ഭീഷണി, സദാചാര വിശുദ്ധി, കാരാഗ്രഹവാസം, ഏകാന്തത, ക്ഷമ, പ്രതികാരം, സന്തോഷം, നിരാശ, പ്രതീക്ഷ, സ്വപ്നം, കടപ്പാട്, മോചനം, നിസ്സഹായത, ദാരിദ്ര്യം, സമ്പന്നത, പ്രബോധനം, ഭരണം, വിനയം, വിട്ടുവീഴ്ച, പുനഃസമാഗമം, പശ്ചാത്താപം, മാപ്പ്, നന്ദി, ഇങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത ഭാവങ്ങളും ഈ കഥയിൽ സമ്മേളിക്കുന്നു. ഈ കഥാഖ്യാനം തുടങ്ങുന്നത് ഒരു സംഭാഷണത്തിലൂടെയാണ്. സംഭാഷണ വാചകത്തിലൂടെ രചന ആരംഭിക്കുന്ന പതിവ് പല സാഹിത്യകാരന്മാരും പിൻപറ്റിയതായി കാണാം. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 533, സൂറത്ത് യൂസുഫ്, ആയത്ത് 4. ഇത് ഖാല യൂസുഫു ലി അബിഹി, യൂസുഫ് തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം. യാ അബതി ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ, എൻ്റെ പ്രിയ പിതാവേ, നിശ്ചയമായും 11 നക്ഷത്രങ്ങളെയും സൂര്യചന്ദ്രന്മാരെയും ഞാൻ കണ്ടു. റഅയ്തുഹും ലീ സാജിദീൻ, എനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാൻ അവരെ സ്വപ്നം കണ്ടിരിക്കുന്നു. ആയത്ത് 5. ഖാല യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക ഫയകീദു ലക കൈദാ, അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുഞ്ഞുമോനെ, നിന്റെ സ്വപ്നം നിന്റെ സഹോദരങ്ങളോട് നീ പറയരുത്, അവർ നിനക്കെതിരെ തന്ത്രം പ്രയോഗിക്കും. പേജ് 210. ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ, നിശ്ചയമായും പിശാച് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാകുന്നു. അവർ ഇതറിഞ്ഞാൽ നിന്നോടവർക്ക് അസൂയയുണ്ടാകും, നിനക്ക് അപകടമേൽപ്പിക്കാൻ വല്ല കുതന്ത്രവും പ്രയോഗിക്കുകയും ചെയ്യും. സ്വപ്നത്തിന്റെ അർത്ഥം പിതാവായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമക്ക് മനസ്സിലായി. യൂസുഫ് ഒരു ഉന്നതമായ സ്ഥാനത്തെത്തും. ആ സമയത്ത് 11 സഹോദരങ്ങളും മാതാപിതാക്കളും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിയുടെ മുമ്പിൽ അഭിവാദനം എന്ന നിലയ്ക്ക് തലകുനിക്കും. അത് അള്ളാഹുവിൻ്റെ വിധിയും പ്രവർത്തനവുമാണല്ലോ എന്ന് മനസ്സിലാക്കി പൊരുത്തപ്പെടുകയാണ് വേണ്ടത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മകൻ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിൻ്റെ മകനാണ് യാക്കൂബ് അലൈഹി ഇസ്ലാം. യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായീൽ. അദ്ദേഹത്തിൻ്റെ 12 മക്കളിൽ നിന്നുള്ള സന്താന പരമ്പരകളാണ് ബനു ഇസ്രായീൽ. 12 മക്കളിൽ ഏറ്റവും ഇളയവരാണ് യൂസുഫും ബിന്യാമിനും. മറ്റു 10 പേർ ഇവരാണ്: ആഷീർ, ദാൻ, ഗാദ് അഥവാ ജാദ്, ഇസാഖാർ, യഹൂദ, നഫ്താലി, റുബേൻ, ഷംഊൻ, ഷിമയോൻ, സബുലൂൻ, ലേവി. ഒരു ഭാര്യയിൽ നിന്ന് 10 പേരും 2-ാം ഭാര്യയിൽ യൂസുഫും ബിന്യാമീനുമാണ് ഉണ്ടായിരുന്നത്. ഈ 2 പേരോടും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് പ്രത്യേക വാത്സല്യമുണ്ടായിരുന്നു. അത് മറ്റവരെ ചൊടിപ്പിച്ചിരുന്നു. ആയത്ത് 6. വകദാലിക യജ്തബീക റബ്ബുക, അപ്രകാരം നിന്റെ റബ്ബ് നിന്നെ തെരഞ്ഞെടുക്കും. ആ സഹോദരങ്ങൾക്കൊന്നും കൊടുക്കാത്ത ഒരു ഉന്നത പദവി റബ്ബ് നിനക്ക് നൽകും. വയുഅല്ലിമുക മിൻ തഅ്വീലിൽ അഹദീസ്, സ്വപ്നവാർത്തകളുടെ വ്യാഖ്യാനത്തിൽ ഇന്ന് റബ്ബ് നിന്നെ പഠിപ്പിക്കുകയും ചെയ്യും. വയുതിമ്മു നിഅമതഹു അലൈക വഅലാ ആലി യഅഖൂബ, നിനക്കും യഅഖൂബ് കുടുംബത്തിനും റബ്ബ് അവൻ്റെ അനുഗ്രഹം പൂർത്തിയാക്കി തരികയും ചെയ്യും. കമാ അതമ്മഹ അലാ അബവൈക മിൻ ഖബ്ലു ഇബ്രാഹീമ വഇസ്ഹാഖ, മുമ്പ് നിന്റെ പിതാക്കളായ ഇബ്രാഹിം, ഇസ്ഹാഖ് എന്നിവർക്ക് അവൻ്റെ അനുഗ്രഹം പൂർത്തിയാക്കി കൊടുത്തതുപോലെ. പിതാമഹന്മാർ എന്ന അർത്ഥത്തിലാണ് പിതാക്കൾ എന്ന പ്രയോഗം. ഇന്ന റബ്ബക അലീമുൻ ഹകീം, നിശ്ചയമായും നിന്റെ റബ്ബ് സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു. സ്വപ്നം ഒരത്ഭുത പ്രതിഭാസമത്രേ. സ്വപ്നത്തിൽ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ കണ്ട് ആനന്ദിക്കുന്നു, വിഷമമുണ്ടാക്കുന്നവ കണ്ട് വിഷമിക്കുകയും ചെയ്യുന്നു. വല്ലാത്തൊരനുഭവമാണത്. ഉറക്കിൽ നിന്നുണർന്നാൽ ഒന്നുമില്ല,
കണ്ണ് തുറക്കാതെ കാഴ്ചയും സ്പർശിക്കാതെ സ്പർശനവും എന്തിനേറെ മണവും രുചിയും പോലും ശരിക്കും അനുഭവിക്കുന്നത് പോലെ തന്നെയാണ് സ്വപ്നത്തിലെ അനുഭവങ്ങൾ. ശരീരമോ മനസ്സോ ആത്മാവോ ആരാണ് അത് അനുഭവിക്കുന്നത്, എങ്ങനെയാണ് സ്വപ്നമുണ്ടാകുന്നത്, എല്ലാം അള്ളാഹുവിനറിയാം. അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല സ്വപ്നം അള്ളാഹുവിങ്കിൽ നിന്നാകുന്നു, ചീത്ത സ്വപ്നം പിശാചിൽ നിന്നും. നിങ്ങൾ ആരെങ്കിലും താൻ ഇഷ്ടപ്പെടുന്ന സ്വപ്നം കണ്ടാൽ അവൻ ഇഷ്ടപ്പെടുന്നവനോടല്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കരുത്. ഒരാൾ തനിക്ക് ഇഷ്ടകരമല്ലാത്ത സ്വപ്നം കണ്ടാൽ അതിൻ്റെ ദോഷത്തിൽ നിന്നും പിശാചിൻ്റെ തിന്മയിൽ നിന്നും അവൻ അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊള്ളട്ടെ. 3 പ്രാവശ്യം ഉമിനീർ പുറത്തു വരാത്ത നിലയിൽ തുപ്പുകയും ചെയ്തു കൊള്ളട്ടെ. അതിനെപ്പറ്റി ആരോടും പറയുകയും ചെയ്യരുത്, എന്നാൽ അതവന് ഉപദ്രവം വരുത്തുകയില്ല. ബുഖാരി 69:95, മുസ്ലിം 60:39. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ ഇടതുവശത്തേക്ക് തുപ്പുകയും ചെയ്യട്ടെ എന്നും പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടി കിടന്നിരുന്ന ഭാഗം മാറി തിരിഞ്ഞു കിടക്കുകയും ചെയ്യട്ടെ എന്നുമുണ്ട്. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 534, സൂറത്ത് യൂസുഫ് ആയത്ത് 7, പേജ് നമ്പർ 820. ലഖദ് കാന ഫി യൂസുഫ വ ഇഖ്വതിഹി ആയാതുൽ ലിസ്സായിലീൻ. യൂസുഫിലും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളിലും ചോദിച്ചു മനസ്സിലാക്കുന്നവർക്ക് തീർച്ചയായും ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. യൂസുഫ് സഹോദരങ്ങളുടെ വിഷയങ്ങൾ അന്വേഷിച്ചറിയിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ വിധി, കഴിവ്, അറിവ്, കാരുണ്യം മുതലായവ മനസ്സിലാക്കാൻ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ ചരിത്രത്തിലെ ഗുണപാഠങ്ങളും ദൃഷ്ടാന്തങ്ങളും നിരവധിയാണ്. ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ കാര്യങ്ങളും മുൻകൂട്ടി നിർണ്ണയിക്കപ്പെട്ടതാണെന്ന് ഇവിടെ തെളിഞ്ഞു കാണാം. ആ നിർണയിച്ചവൻ പറഞ്ഞു തരുന്നതേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഊഹിച്ച് യാതൊന്നും പറയാൻ ആർക്കും പറ്റുകയില്ല. യൂസുഫ് നബി അലൈഹി സ്വലാമയുടെയും സഹോദരങ്ങളുടെയും കാര്യം ഒരു ഉദാഹരണമാണ്. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെ, അതിന് യാതൊരു മാറ്റവും വരികയില്ല. ആയത്ത് 8. ഇത് ഖാലു ലയൂസുഫു വ അഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്നാ. അവർ പറഞ്ഞ സന്ദർഭം, യൂസുഫും അവൻ്റെ സഹോദരനും നമ്മളെക്കാൾ പിതാവിന് വളരെ ഇഷ്ടപ്പെട്ടവരാണല്ലോ. വനഹ്നു ഉസ്ബ, നമ്മളാവട്ടെ ഒരു പ്രബല സംഘമാണ്. ഇന്ന അബാന ലഫീ ളലാലിൻ മുബീൻ, നിശ്ചയമായും നമ്മുടെ പിതാവ് വ്യക്തമായ വഴികേടിലാണ്. യൂസുഫും ഇളയ സഹോദരൻ ബിന്യാമീനും ഏറ്റവും പ്രായം കുറഞ്ഞവരും ഒരു മാതാവിൽ നിന്നുള്ളവരുമാണ്. അവരോട് പിതാവിന് കൂടുതൽ സ്നേഹമായിരുന്നു. ചെറിയ മക്കളെ അധികം സ്നേഹിക്കൽ സ്വാഭാവികമാണല്ലോ. മൂത്ത മക്കൾക്ക് അതിനെപ്പറ്റി ആവലാതിയുണ്ട്. പിന്നീടത് അസൂയയിലേക്കും പകയിലേക്കും നീങ്ങി. ഈ കുട്ടികൾ രണ്ടും വാപ്പാക്ക് വല്ല സേവനം ചെയ്യുവാനോ വീട്ടിലെ കാര്യങ്ങൾ നോക്കുവാനോ കഴിവില്ലാത്തവരാണ്. നമ്മളാകട്ടെ അധ്വാനിക്കുന്നു, സമ്പാദിക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, എന്നിട്ട് വാപ്പാക്ക് നമ്മളോട് അത്ര തന്നെ സ്നേഹമില്ല. ഇതെന്തൊരു വഴികേടാണ് എന്നാണ് അവരുടെ ചിന്ത. ആയത്ത് 9. ഉഖ്തുലു യൂസുഫ, യൂസുഫിനെ നിങ്ങൾ കൊല്ലുവീൻ. അവിത്തൊറാഹൂഹു അദ്ദഹ്, അല്ലെങ്കിൽ അവനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ കൈയൊഴിക്കുവീൻ. യഖ്ലു ലക്കും വജ്ഹു അബീക്കും, നിങ്ങളുടെ പിതാവിൻ്റെ മുഖം നിങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടും. വത്തകൂനു മിൻ ബഅദിഹി ഖൗമൻ സ്വാലിഹീൻ, അതിനുശേഷം നിങ്ങൾക്ക് നല്ല നടപടിക്കാരായ ആളുകളായി തീരുകയും ചെയ്യാം. പേജ് 821. യൂസുഫിനെ കൊല്ലുകയോ വിദൂരത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി നാട് കടത്തുകയോ ചെയ്താൽ തൽക്കാലം വാപ്പ കുറെ പ്രയാസപ്പെടുമെങ്കിലും കാലക്രമേണ അതൊക്കെ അടങ്ങും. അങ്ങനെ വാപ്പയുടെ സ്നേഹവും താല്പര്യവും നമ്മളോട് മാത്രമായി തീരും. പിന്നീട് നമുക്ക് സജ്ജനങ്ങളായി തീരുകയും ചെയ്യാം. ആയത്ത് 10. ഖാല ഖായിലും മിൻഹും, അവരിൽ ഒരാൾ പറഞ്ഞു, ലാ തഖ്തുലു യൂസുഫ, യൂസുഫിനെ നിങ്ങൾ കൊല്ലരുത്. വഅൽഖൂഹു ഫീ ഗയാബത്തിൽ ജുബ്ബി, കിണറിൻ്റെ അടിയിലേക്ക് നിങ്ങൾ അവനെ ഇട്ടേക്കുക. യൽതഖിതുഹു ബഅദു സയ്യാറ, വല്ല യാത്രാ സംഘവും അവനെ എടുത്തുകൊള്ളും. ഇൻ കുൻതും ഫാഇലീൻ, നിങ്ങൾക്ക് ചെയ്തേ തീരൂ എന്നുണ്ടെങ്കിൽ. വാപ്പയുടെ അടുക്കൽ നിന്ന് അവനെ അകറ്റണമെന്നല്ലേ നിങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ, അതിന് കൊല്ലണമെന്നില്ലല്ലോ, അവനും നിങ്ങളുടെ ചോര തന്നെയല്ലേ എന്ന് അല്പം കരുണയുള്ള ഒരു സഹോദരൻ പറഞ്ഞു. ഉൾഭാഗം കല്ലുകൊണ്ട് പടുക്കാത്ത കിണറിനാണ് ജുബ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള ഗുഹ പോലുള്ള ഭാഗമാണ് ഗയാബത്ത്. വെള്ളത്തിൻ്റെ മീതെ മണ്ണിടിഞ്ഞുണ്ടാകുന്ന പൊത്താണ് ഇത്. അവർ വേട്ടയാടാൻ പോകുന്ന കാട്ടിൽ അവർക്ക് പരിചയമുള്ള കിണറിനെ പറ്റിയായിരിക്കാം ഇതൊന്നും. ഇപ്രകാരം പറഞ്ഞത് യഹൂദയോ റൂബിനോ ആണെന്നും അഭിപ്രായങ്ങളുണ്ട്. ആയത്ത് 11. ഖാലു യാ അബാന മാ ലക ലാ തഅമന്ന അലാ യൂസുഫ, അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവെ, യൂസുഫിനെ സംബന്ധിച്ച് താങ്കൾ ഞങ്ങളെ വിശ്വസിക്കാതിരിക്കാൻ കാരണമെന്ത്? വ ഇന്നാ ലഹു ലനാസിഹൂൻ, നിശ്ചയമായും ഞങ്ങൾ അവൻ്റെ ഗുണകാംക്ഷികളാകുന്നു. സാധാരണ യൂസുഫിനെ സഹോദരന്മാരുടെ കൂടെ അയക്കാറുണ്ടായിരുന്നില്ലെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അവരെ പിതാവിന് വിശ്വാസമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ യൂസുഫിൻ്റെ ഗുണകാംക്ഷികളാണ് തങ്ങളെന്നും മറ്റും പറഞ്ഞ് തന്ത്രം പ്രയോഗിക്കുന്നത്. ആയത്ത് 12.
അർസിൽഹു മഅനാ ഗദൻ, നാളെ ഞങ്ങളുടെ കൂടെ അവനെയും താങ്കൾ അയച്ചു തരിക. യർതഉ വയൽഅബ്, അവൻ ഉല്ലസിച്ച് കളിച്ചു നടക്കുകയും ചെയ്യട്ടെ. വഇന്നാ ലഹു ലഹാഫിളൂൻ, നിശ്ചയമായും ഞങ്ങൾ അവനെ നല്ലവണ്ണം സംരക്ഷിക്കുന്നവരാകുന്നു. ആയത്ത് 13. ഖാല ഇന്നി ലയഹ്സുനുനി അൻ തദ്ഹബു ബിഹി, അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അവനെ കൊണ്ടുപോകുന്നത് എനിക്ക് സങ്കടമുണ്ടാക്കുന്നതാണ്. പേജ് 822. നിങ്ങൾ അവനെ സംബന്ധിച്ച് അശ്രദ്ധരായിരിക്കുന്ന അവസ്ഥയിൽ ചെന്നായി അവനെ തിന്നേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അശ്രദ്ധരായിരിക്കുമ്പോൾ വല്ലതും സംഭവിക്കാമെന്ന് പിതാവ് പറഞ്ഞത് തന്നെയാണ് പിന്നീട് അവർ ഒഴികഴിവായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് കാണാം. ആയത്ത് 14. അവർ പറഞ്ഞു ഞങ്ങൾ ഒരു പ്രബല സംഘമായിരിക്കെ ചെന്നായ അവനെ തിന്നുകളയുന്ന പക്ഷം ഞങ്ങൾ മഹാനഷ്ടക്കാരായി പോകുമല്ലോ. ആയത്ത് 15. അങ്ങനെ അവനെ അഥവാ യൂസുഫിനെ അവർ കൊണ്ടുപോവുകയും അവനെ കിണറ്റിൻ്റെ അടിയിലേക്ക് ഇടുവാൻ അവർ ഒന്നിച്ച് തീരുമാനിക്കുകയും ചെയ്തപ്പോൾ ആ തീരുമാനമനുസരിച്ച് അവർ യൂസുഫിനെ കിണറ്റിലിട്ടു. അസൂയ മനുഷ്യരെ കൊണ്ട് എന്തെല്ലാം ചെയ്യിക്കും. മാതാവ് വേറെയാണെങ്കിലും സ്വന്തം പിതാവിൻ്റെ മറ്റൊരു മകനാണെന്നതും തങ്ങളുടെ കൂടെ ഒന്നിച്ചുണ്ണുകയും കളിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്ന സഹോദരനാണെന്നതും അവരെ ഈ അക്രമത്തിൽ നിന്ന് തടഞ്ഞില്ല. മനുഷ്യൻ്റെ നല്ല ഗുണങ്ങളെ അസൂയ നിശേഷം നശിപ്പിക്കും. അസൂയക്കാരൻ്റെ അസൂയയിൽ നിന്ന് രക്ഷ തേടുന്ന പ്രാർത്ഥന പഠിപ്പിക്കുന്ന 113-ാം സൂറത്ത് അൽ ഫലഖ് എത്രമാത്രം അർത്ഥവത്താണ്. ഒരേ സ്ഥാപനത്തിലോ കമ്പനിയിലോ ജോലി ചെയ്യുന്ന പ്രവർത്തകർ തമ്മിൽ അസൂയ മൂലം എന്തെല്ലാം കുഴപ്പങ്ങളാണ് സംഭവിക്കുന്നത്. മനുഷ്യ ചരിത്രത്തിലെ ആദ്യ കൊല ആദമിൻ്റെ മക്കളുടെ കഥ സൂറത്തുൽ മാഇദ 27-32 കഥയും അസൂയ കാരണമായിരുന്നു. എന്തെല്ലാം തരത്തിലുള്ള അക്രമങ്ങളാണ് അസൂയ ഹേതുവായി ഉണ്ടാകുന്നത്. അവരുടെ ഈ കാര്യത്തെപ്പറ്റി അവരെ നീ വിവരമറിയിക്കുക തന്നെ ചെയ്യുമെന്ന് യൂസുഫിന് നാം വഹി നൽകുകയും ചെയ്തപ്പോൾ വഹും ലാ യശ്ഉറൂൻ, അവരാകട്ടെ യാതൊന്നും അറിയുന്നുമില്ല. അവർ അദ്ദേഹത്തെ കിണറ്റിൽ താഴ്ത്തിയപ്പോൾ നീ ഒട്ടും വ്യസനിക്കേണ്ട, പരിഭ്രമിക്കേണ്ട, നിന്നെ നാം രക്ഷിക്കും. നിന്നോട് ഈ ദാരുണമായ അക്രമം ചെയ്യുന്ന ഇവർ നിന്റെ മുമ്പിൽ തലകുനിക്കത്തക്ക ഒരു സ്ഥാനത്ത് നിന്നെ ഞാനെത്തിക്കും. ഇവർ ഈ ചെയ്യുന്ന അക്രമത്തെ സംബന്ധിച്ച് അവരോട് അന്ന് നീ പറയും, എന്നാൽ ഇതാണ് യൂസുഫ് എന്നുള്ളത് അവർ അറിയുകയില്ല എന്നൊക്കെ അള്ളാഹു അദ്ദേഹത്തിന് വഹി നൽകി. ഈ വഹി മൂലം യൂസുഫ് നബി അലൈഹി സ്വലാമക്ക് വിജനപ്രദേശത്തുള്ള ആ പൊട്ടക്കിണറ്റിലെ ഏകാന്തത ആശ്വാസകരമായി തീർന്നു. അവരാകട്ടെ അറിയുന്നുമില്ല എന്നത് ഈ വഹിനെ സംബന്ധിച്ചോ യൂസുഫ് നബിയുടെ ഭാവിയെ സംബന്ധിച്ചോ ആവാം. ഇപ്പോൾ അവർ ഒന്നും അറിയുന്നില്ല എന്നും വിശദീകരിക്കാം.